നമസ്കാരം. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിൽ തന്റെ പിതാവിന്റെ വ്യക്തിത്വത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും കുറിച്ച് മകൾ ഉണ്ണിമായ പങ്കുവച്ച ഹൃദ്യമായ അനുഭവങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ പോരാളിയായ സതീശനപ്പുറം സ്നേഹനിധിയായ ഒരു പിതാവിനെയും മാതൃകാപരമായ നിലപാടുകളുള്ള ഒരു കുടുംബനാഥനെയും ഉണ്ണിമായ കേരളത്തിന് പരിചയപ്പെടുത്തുകയാണ്. അച്ഛൻ മുഖ്യമന്ത്രിയാകുന്നെന്ന വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വരെ നീളുന്നതാണ് ഉണ്ണിമായയുടെ വാക്കുകൾ. തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ കൊല്ലത്തെത്തിയപ്പോഴാണ് അച്ഛൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന സുപ്രധാന വിവരം ലഭിക്കുന്നത്. വലിയ പ്രതീക്ഷകൾ വെച്ച് നിരാശപ്പെടേണ്ടി വരരുത് എന്നതുകൊണ്ട് തന്നെ മിക്കവാറും നിഷ്പക്ഷമായ നിലപാടാണ് കുടുംബം സ്വീകരിച്ചത്. എന്നാൽ വാർത്ത ഔദ്യോഗികമായി അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുവെന്നും അച്ഛൻ ഉമ്മകൾ നൽകിയാണ് ആ സന്തോഷം പങ്കുവച്ചതെന്നും ഉണ്ണിമായ ഓർക്കുന്നു. രാവിലത്തെ യാത്രയിൽ അച്ഛനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലും വലിയ പ്രതീക്ഷകൾ വേണ്ടെന്ന മിതമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം അച്ഛൻ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന ഉണ്ണിമായ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും എല്ലാവരോടുമുള്ള തുല്യമായ പെരുമാറ്റവുമാണ് തന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ളതെന്നും പറയുന്നു. എത്ര വലിയ അധികാരം ലഭിച്ചാലും താൻ വന്ന വഴി മറക്കാത്ത വ്യക്തിത്വമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെതുള്ളതെന്നും ഉണ്ണിമായ സാക്ഷ്യപ്പെടുത്തുന്നു. രാഷ്ട്രീയത്തിൽ തുടക്കകാലം മുതൽ കൂടെയുള്ളവരെ അദ്ദേഹം ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നു എന്നതും ശ്രദ്ധേയം. പൊതുവെ ഗൗരവക്കാരനെന്ന് പുറം ലോകം വിലയിരുത്തുന്ന സതീശൻ വീട്ടിൽ തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. വീട്ടിൽ വളരെ സൗമ്യമായി പെരുമാറുന്ന അദ്ദേഹം മക്കളോടും കുടുംബാംഗങ്ങളോടും തമാശകൾ പങ്കുവെച്ച് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അച്ചടക്കത്തിന്റെയും സമയനിഷ്ഠയുടെയും കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാറില്ല. പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ മാത്രമേ അച്ഛൻ ദേഷ്യപ്പെടാറുള്ളൂ എന്നും ഉണ്ണിമായ പറയുന്നു. കുടുംബത്തിലെ വിവാഹങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കും മുഹൂർത്തത്തിന് മുൻപേ എത്തണം എന്നത് അദ്ദേഹത്തിന് നിർബന്ധമാണ്. സമയം നോക്കി നിൽക്കുന്ന അച്ഛന്റെ ശീലത്തെക്കുറിച്ച് നാട്ടുകാർ തമാശയാക്കാറുണ്ടെന്നും അവർ പറയുന്നു. വായനയോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശവും എടുത്തു പറയേണ്ട ഒന്നാണ്. രാഷ്ട്രീയ തിരക്കുകൾക്കിടയിലും വായനയ്ക്കായി അദ്ദേഹം സമയവും കണ്ടെത്തുന്നുണ്ട്. മതനിരപേക്ഷമായ നിലപാടുകൾ പ്രസംഗത്തിൽ മാത്രം ഒതുക്കാതെ ജീവിതത്തിലും പകർത്തിയ വ്യക്തിയാണ് തന്റെ പിതാവെന്നും ഉണ്ണിമായ ഒരു അനുഭവം ഉദാഹരിച്ചുകൊണ്ട് വിവരിക്കുന്നുണ്ട്. തന്റെ വലിയച്ഛന്റെ മകൾ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ കുടുംബത്തിൽ എല്ലാവരും സതീശന്റെ തീരുമാനത്തിനായി കാത്തിരുന്നു. എന്നാൽ പയ്യന്റെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ച ശേഷം അവർ നല്ലവരാണെന്ന് ബോധ്യപ്പെട്ടതോടെ സതീശൻ ആ ബന്ധത്തിന് പൂർണ്ണ പിന്തുണ നൽകി. രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സ്വന്തം ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്നു എന്നതിന് തെളിവാണിതെന്നും മകൾ വിശ്വസിക്കുന്നുണ്ട്. സിനിമകൾ കാണാൻ ഇഷ്ടമാണെങ്കിലും സമയം ലഭിക്കാത്ത അച്ഛന് നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് നൽകുന്നത് ഉണ്ണിമായയാണ്. പുതിയ കാലത്തെ സംസാരങ്ങളും ഫാഷനും കൗതുകത്തോടെ കേട്ടിരിക്കാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കാറുണ്ടെന്നും മകളുടെ അഭിപ്രായം. തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തിനിടയിലും കുടുംബത്തിന് നൽകുന്ന ക്വാളിറ്റി ടൈം അദ്ദേഹം ഉറപ്പാക്കാറുണ്ട്. തിരുവനന്തപുരത്ത് എത്ര വൈകിയാലും രാത്രി വീട്ടിലെത്താൻ അദ്ദേഹം ശ്രമിക്കും. രാഷ്ട്രീയത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചോ വാർത്തകളിലെ വിമർശനങ്ങളെക്കുറിച്ചോ ചോദിച്ചാൽ അവയൊന്നും കുടുംബത്തെ ബാധിക്കാത്ത രീതിയിൽ ലഘൂകരിക്കാനും അദ്ദേഹം ശ്രമിക്കും. അച്ഛന്റെ ബുദ്ധിശക്തി തനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ചില നന്മകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഉണ്ണിമായ വിശ്വസിക്കുന്നുണ്ട്. എന്നാലും അധികാരത്തിന്റെ കൊടുമുടിയിൽ എത്തുമ്പോഴും വി.ഡി. സതീശൻ എന്ന വ്യക്തി മാറില്ലെന്ന ഉറച്ച വിശ്വാസം മകൾക്കുണ്ട്. കേരളത്തിന്റെ ഭരണചക്രം തിരിക്കാൻ ഒരുങ്ങുന്ന പിതാവിനോടുള്ള സ്നേഹവും അഭിമാനവുമാണ് ഉണ്ണിമായയുടെ വെളിപ്പെടുത്തലുകളെന്നും മനസ്സിലാക്കേണ്ടത്.